റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലയോ മുഅ്മിനീങ്ങളെ നിങ്ങൾ അറിയണം, നിങ്ങൾ പഠിക്കണം എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. ഉലമാക്കൾ പറഞ്ഞു തന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് 2 സ്തംഭങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. 2 തൂണുകൾക്ക് മുകളിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ഉയർത്തപ്പെട്ടത്. ഒന്നാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യം ഉൾക്കൊള്ളുന്ന നഫിയാണ്, നിരാകരണമാണ്, നിരസിക്കലാണ്. ലാ ഇലാഹ ഒരാരാധ്യനുമില്ല. ജനങ്ങൾ ആരാധിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊന്നും യാഥാർത്ഥ്യത്തിൽ ആരാധിക്കപ്പെടേണ്ടവയല്ല എന്നത് ഉൾക്കൊള്ളുന്ന നഫിയാണ്, നിരാകരണമാണ്. എല്ലാത്തിനെയും നിരാകരിക്കുകയാണ്. രണ്ടാമത്തെ ഇസ്ബാത്താണ്, ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ എന്തെല്ലാം ആരാധ്യ വസ്തുക്കളുണ്ടോ അതെല്ലാം ബാത്തിലാണ്, നിരർത്ഥകമാണ്. ആരാധനകൾ നൽകേണ്ടത് അതിനർഹനായിട്ടുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഈ 2 സ്തംഭങ്ങൾക്ക് മുകളിൽ മാത്രം നിൽക്കുമ്പോഴേ നമ്മുടെ ഈ കലിമത്ത് യഥാർത്ഥത്തിൽ കലിമത്തായി വരുന്നുള്ളൂ. തൗഹീദിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിന്റെ വക്താക്കളായി നാം മാറുന്നത് ഈ 2 സ്തംഭങ്ങൾക്ക് മുകളിൽ ആയിരിക്കുമ്പോഴാണ്. ഈ 2 സ്തംഭങ്ങളിൽ ഒന്നില്ലാതെ പോയാൽ നമ്മുടെ തൗഹീദിനും നമ്മുടെ ഷഹാദത്തിന്റെ വാക്യത്തിന് പിന്നെ വിലയില്ല.